ഇടുക്കിയിൽ സ്കൂൾ ബസ് കയറി വിദ്യാർത്ഥി മരിച്ചു. വാഴത്തോപ്പ് ഗിരിജ്യോതി പബ്ലിക് സ്കൂളിലെ പ്ലേ സ്കൂൾ വിദ്യാർത്ഥി ഹേസൽ ബെൻ ആണ് മരിച്ചത്. സ്കൂൾ മുറ്റത്ത് വെച്ച് കുട്ടികളെ ഇറക്കി ബസ് പിന്നോട്ടെടുത്തപ്പോഴായിരുന്നു അപകടം. മുഹമ്മദ് ആഷിഖ് ചേരുന്നു. ആഷിഖ്, എപ്പോഴായിരുന്നു, എങ്ങനെയായിരുന്നു സംഭവം? അല്പനേരം മുമ്പാണ് ഈ ദാരുണമായ സംഭവം നടക്കുന്നത്. 3 വയസ്സുള്ള പ്ലേ സ്കൂൾ വിദ്യാർത്ഥി ഹൈസൽ ഡെൻ ആണ് മരണപ്പെട്ടത്. വാഴത്തോപ്പ് ഗിരിജ്യോതി പബ്ലിക് സ്കൂളിന്റെ മുറ്റത്ത് വെച്ചായിരുന്നു ഈ അപകടം എന്നുള്ളതാണ് ഏറ്റവും ദാരുണമായ കാര്യം. രാവിലെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് എത്തിയതായിരുന്നു കുട്ടികളുമായി എത്തിയ വാഹനം. കുട്ടികളെ സ്കൂൾ മുറ്റത്ത് ഇറക്കിയതിനു ശേഷം പിന്നോട്ടെടുക്കുമ്പോഴായിരുന്നു ഈ അപകടം ഉണ്ടായത്. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ കുട്ടി ഗുരുതരമായി തന്നെ പരിക്കേറ്റിരുന്നു. തൊട്ടടുത്തുള്ള ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് കുട്ടിയെ മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല എന്നുള്ളതാണ് ദുഃഖകരമായ കാര്യം. അതേസമയം അപകടത്തിൽ മറ്റൊരു കുട്ടിയുടെ കാലിനും പരിക്കേറ്റിട്ടുണ്ട്. ഇത് സംഭവം ഡ്രൈവറുടെ അനാസ്ഥയാണോ അശ്രദ്ധ മൂലമാണോ ഉണ്ടായത് എന്നുള്ള സംശയം പോലീസ് വെച്ചു പുലർത്തുന്നുണ്ട്. ഇക്കാര്യം അടക്കം പരിശോധിക്കണമെന്നാണ് പോലീസ് ഈ ഘട്ടത്തിൽ പറയുന്നത്. ഏതായാലും ദാരുണമായ സംഭവമാണ്. 3 വയസ്സുള്ള ഒരു കുട്ടിയാണ് സ്കൂൾ മുറ്റത്ത് വെച്ചുണ്ടായ അപകടത്തിൽ മരണപ്പെടുന്നത് എന്നുള്ളതാണ് അമൃത ഏറ്റവും ദാരുണമായ കാര്യം. മുഹമ്മദ് ആഷിഖാണ് വിശദാംശങ്ങൾ നൽകിയത്. ഗിരിജ്യോതി സ്കൂളിലാണ് അപകടമുണ്ടായിരിക്കുന്നത്. ഡ്രൈവറുടെ അശ്രദ്ധയാണ് അപകടമുണ്ടാക്കാൻ കാരണമെന്ന് മനസ്സിലാക്കുന്നു. വണ്ടി പുറകോട്ടെടുത്തപ്പോഴാണ് കുഞ്ഞ് അതിനുള്ളിൽ കുടുങ്ങിയതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ആഷിഖ് വീണ്ടും ചേരുന്നുണ്ട്. ആഷിഖ്, ഈ കുട്ടികളെ ഇറക്കി അശ്രദ്ധയാണ് എന്നാണ് പ്രാഥമികമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കേസ് എടുത്തിട്ടുണ്ടോ? പരിക്കേറ്റ കുഞ്ഞിന്റെ അവസ്ഥ എന്താണ്? പരിക്കേറ്റ കുട്ടിയെയും ഇടുക്കി മെഡിക്കൽ കോളേജിലേക്കാണ് നിലവിൽ മാറ്റിയിട്ടുള്ളത്. സാരമായ പരിക്കല്ല, കാലിനാണ് പരിക്കേറ്റിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ മരണപ്പെട്ട കുട്ടിയുടെ മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്താണ് സംഭവിച്ചത് എന്നുള്ളതിന്റെ പ്രാഥമികമായ വിവരങ്ങൾ മാത്രമാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്. അല്പനേരം മുമ്പാണ് ഈ അപകടം നടന്നത്. നിരവധി കുട്ടികളുമായി സ്കൂൾ മുറ്റത്ത് വാഹനം കുട്ടികളെ ഇറക്കുമ്പോഴായിരുന്നു അപകടം നടന്നത് എന്നുള്ളത് വ്യക്തമാണ്. അതേസമയം സ്കൂൾ അധികൃതർ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇതേവരെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. പോലീസ് ഈ സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തണം എന്ന സാധാരണ ഈ കുഞ്ഞുങ്ങളെയൊക്കെ, അതായത് ബസ്സിൽ നിന്ന് ഇറക്കിയിട്ട് ക്ലാസ് റൂമിൽ വരെ ചെറിയ കുഞ്ഞുങ്ങളല്ലേ, പ്ലേ സ്കൂളല്ലേ, അപ്പൊ കൊണ്ടുവിടുന്ന ഇവർ തന്നെ ഇറങ്ങി പോകുന്നതാണോ പതിവ്? തീർച്ചയായും പ്ലേ സ്കൂളിലെ വിദ്യാർത്ഥിയാണ്. 3 വയസ്സുള്ള കുട്ടിയാണ്. അത് ദാരുണമായ സംഭവം. കൃത്യമായ മേൽനോട്ടത്തോടു കൂടി വേണം ഇത്തരം കുട്ടികളെ പുറത്തെടുക്കേണ്ടത് എന്നുള്ളത് സ്വാഭാവികമായ നടപടിയാണ്. പക്ഷേ അത്തരം കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. വാഹനം പിന്നോട്ടെടുക്കുമ്പോഴേക്കും അപകടം നടന്നു. കുട്ടി പിൻഭാഗത്തുണ്ടായിരുന്നത് ശ്രദ്ധിച്ചിരുന്നില്ല എന്നുള്ളതാണ് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ പറയുന്നത്. സാധാരണ പിന്നോട്ടെടുക്കാതെ വാഹനം മുന്നോട്ട് തന്നെ പോവുകയായിരുന്നു സാധാരണ ഉള്ള രീതി. അതുകൊണ്ട് കുട്ടിയും ഇത് ശ്രദ്ധിച്ചിരുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും 3 വയസ്സുള്ള ഹെയ്സൻ ബെൻ എന്ന വിദ്യാർത്ഥിയാണ് മരണപ്പെട്ടിരിക്കുന്നത്. ദാരുണമായ സംഭവം. സ്കൂൾ മുറ്റത്ത് വെച്ചുണ്ടായ അപകടത്തിൽ 3 വയസ്സുകാരന് മരണം സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. സ്കൂൾ ബസ് കയറിയാണ് മരണം ആയിട്ടുള്ളത്. ഈ അപകടത്തിൽ കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു കുട്ടിയുടെ കാലിനും പരിക്കേറ്റിട്ടുണ്ട്. ഇത് ആരും ശ്രദ്ധിച്ചിരുന്നില്ല എന്ന് തോന്നുന്നു അല്ലെ? അതായത് അധ്യാപകരാരും ഒപ്പം ഉണ്ടാകാതെ കുഞ്ഞുങ്ങളെ തന്നെ ഇറക്കി വിടുകയായിരുന്നു തോന്നുന്നു. ഈ ഡ്രൈവറും ഒട്ടും ശ്രദ്ധയില്ലെങ്കിൽ മാത്രമല്ല ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുകയുള്ളൂ. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒക്കെ എന്താണ് ഡ്രൈവറുടെ? തീർച്ചയായും അത്തരം വിവരങ്ങൾ നമുക്ക് ലഭിച്ചു വരുന്നതേ ഉള്ളൂ. ധന്യ, പ്രാഥമികമായി നമ്മൾ മനസ്സിലാക്കുന്നത് സാധാരണ ഈ രീതിയിൽ വാഹനം പിന്നോട്ടെടുക്കാറുണ്ടായിരുന്നില്ല. കുട്ടികളും അതുകൊണ്ട് ആ നിലയിലുള്ള ശ്രദ്ധ കാണിച്ചിരുന്നില്ല. വാഹനത്തിൽ നിന്ന് കുട്ടികളെ ഇറക്കിയതിനു ശേഷം വാഹനം പിന്നോട്ടെടുത്ത സമയത്ത് പിൻഭാഗത്ത് നിന്നിരുന്ന കുട്ടിക്ക് മേലേക്ക് വാഹനം കയറുകയായിരുന്നു. വാഹനം കയറി സാരമായ പരിക്ക് അപ്പോൾ തന്നെ കുട്ടിക്ക് ഉണ്ടായി എന്നുള്ളതാണ്. തുടർന്നാണ് ഉടനടി തന്നെ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. സ്കൂൾ അധികൃതരും തൊട്ടടുത്തുണ്ടായിരുന്ന അധ്യാപകരും അടക്കം ചേർന്നായിരുന്നു കുട്ടിയെ ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത്. പക്ഷേ ഒന്നും തന്നെയും ചെയ്യാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ്. ദാരുണമായ സംഭവം നടന്നു എന്നുള്ളതാണ് തന്നെയാ നമ്മൾ അതിൽ നിന്ന്. പോലീസ് എന്ത് നടപടിയിലേക്കാണ് കടന്നത്? പോലീസ് ഈ ഘട്ടത്തിൽ കുട്ടിയുടെ മൃതദേഹം നിലവിൽ ഉള്ള ഇടത്തേക്ക് മെഡിക്കൽ കോളേജിലേക്ക് പോലീസ് സംഘം എത്തിയിട്ടുണ്ട്. വിശദമായ അന്വേഷണം നടത്തണമെന്നാണ് പോലീസ് പ്രാഥമികമായി പ്രതികരിച്ചത്. കാരണം സ്കൂൾ മുറ്റത്ത് വെച്ചുണ്ടായ അപകടമാണ്. എന്താണ് കാരണം എന്നുള്ള കാര്യങ്ങളടക്കം പരിശോധിക്കേണ്ടതുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച സ്കൂൾ അധികൃതരുടെയും ഡ്രൈവറുടെയും ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ അടക്കം കേസെടുക്കും എന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്.
അത് സ്വാഭാവികമായിട്ടും ഉണ്ടാവില്ലേ? കാരണം വലിയ വീഴ്ചയുണ്ടെന്നുള്ളത് വ്യക്തമാണ്. 3 വയസ്സുള്ള കുഞ്ഞിനെ തന്നെ ബസ്സിൽ നിന്ന് ഇറങ്ങി കുഞ്ഞു പോകുന്നത് പോലെയൊക്കെയാണ് കാര്യങ്ങളെങ്കിൽ അതിൽ വലിയ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതല്ലേ? അപ്പൊ സ്കൂളിനെതിരെയും അത്തരത്തിൽ നടപടി ഉണ്ടാകാനുള്ള സാധ്യതയാണല്ലേ? തീർച്ചയായും ആ നിലയിൽ തന്നെ നടപടി എടുക്കേണ്ടതാണ്. കാരണം നമുക്കറിയാം, സംസ്ഥാനത്ത് സ്കൂൾ ബസ്സുകൾ പ്രവർത്തിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് വളരെ കർശനമായ നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്നുണ്ട്. മുൻപ് ഒരു സമയത്ത് വലിയ അപകടങ്ങൾ സ്കൂൾ ബസ്സുകളുടെ യാത്രയുമായി ബന്ധപ്പെട്ടുണ്ടായ സമയത്ത് കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളതുമാണ്. പക്ഷെ അത്തരം നിയന്ത്രണങ്ങളൊന്നും ഇവിടെ പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ്. ചെറുതോണിയിലെ ഗിരിജ്യോതി പബ്ലിക് സ്കൂളിലാണ് ഈ അപകടം ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സ്കൂൾ അധികൃതരൊന്നും തന്നെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ ഈ അപകടത്തിന്റെ ആഘാതത്തിലായിരിക്കും അവരും ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ ഡ്രൈവറുടെ ഭാഗത്ത് തുടരാമോ? വാഴത്തോപ്പ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി ജേക്കബ് ചേരുന്നുണ്ട്. ശ്രീമതി മിനി, ദാരുണമായ സംഭവമാണ്. ഇതെന്ത് സംഭവിച്ചുവെന്നാണ്? വലിയ വീഴ്ച സ്കൂളിന്റെ ഭാഗത്തു നിന്നുണ്ട്. കാരണം കുഞ്ഞിനെ അങ്ങനെ തന്നെ ഇറക്കി വിടുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ വീഴ്ചയാണ്. എന്താണ് താങ്കൾ അറിയുന്ന വിവരങ്ങൾ? ഞാൻ അറിഞ്ഞത്, ഞാനിപ്പോ ഈ സമയത്ത് ഇവിടെ പുറത്തുവരായിരുന്നു. ഇപ്പോഴാണ് ഞാൻ അറിഞ്ഞത് വളരെ സങ്കടകരമായ ഒരു വാർത്തയാണ് കേട്ടത്. ഒരു 4.5 വയസ്സുള്ള കൊച്ചിന് സ്കൂളിന്റെ ഡ്രൈവറുടെ അനാസ്ഥയാണോ എന്തായാലും ഇത് വളരെ വിഷമകരമായി പോയി. എന്തായാലും നമുക്ക് അറിയുന്ന കുഞ്ഞാണോ ഇത്? എന്തോ അറിയാവുന്ന കുഞ്ഞാണോ? ഞാൻ അറിയുന്ന കുട്ടിയല്ല. ഇത് സാധാരണ ഇപ്പൊ നമുക്ക് അങ്ങനെ കുഞ്ഞുങ്ങളെ ഇറക്കി വിടാനോ ഇല്ലെങ്കിൽ തന്നെ ബസ്സിൽ നിന്ന് ഇറങ്ങി പോകാനോ, അത് ചെറിയ കുഞ്ഞല്ലേ, 3 വയസ്സുള്ള കുഞ്ഞാണ്. അപ്പൊ വലിയ വീഴ്ച അതിലുണ്ടാകുന്നതാണെങ്കിലും അത് വളരെ അധികം മോശമായി പോയെന്നാണ് എനിക്ക് ഈ സമയത്ത് പ്രതികരിക്കാനുള്ളത്. 3.5 റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ഒരു ഡ്രൈവറോ അല്ല അതിന്റെ ആയയോ അതിനെ കയറ്റി മാറ്റി വിടേണ്ടതായിരുന്നു. അതൊരു വളരെ അനാസ്ഥയാണ് കാണിച്ചതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അന്വേഷിച്ചിരുന്നോ? സ്കൂളുമായിട്ട് സംസാരിച്ചിരുന്നോ? അതില്ല, ഇപ്പോഴാ ജസ്റ്റ് ഈ മൊമെന്റിലാണ് ഞാൻ അറിഞ്ഞത് മാഡം. ഓക്കെ. ശരി, നന്ദി ശ്രീമതി മിനി ജേക്കബ് പ്രതികരിച്ചതിന്. ജനപ്രതിനിധിയാണ്, വൈസ് പ്രസിഡന്റാണ് സംസാരിച്ചത്. വലിയ വീഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത്. സ്കൂളിന്റെ ഭാഗത്തു നിന്ന് 3 വയസ്സുള്ള കുഞ്ഞിനാണ് സ്കൂൾ ബസ് കയറി ദാരുണാന്ത്യം ഉണ്ടായിരിക്കുന്നത്. ഇടുക്കി വാഴത്തോപ്പിലെ ഗിരിജ്യോതി പ്ലേ സ്കൂളിലാണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. കുഞ്ഞിനെ ഇറക്കിയ ബസ് തന്നെ പിന്നോട്ടെടുത്തപ്പോൾ അതിനടിയിൽ പെട്ടുപോകുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അതിന്റെ നടപടികളിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട്. മറ്റൊരു കുഞ്ഞിന് പരിക്കേറ്റിട്ടുണ്ട്. കാലിനാണ് അപകടമേറ്റത് എന്നാണ് മനസ്സിലാക്കുന്നത്. മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി എന്നുള്ള വിവരങ്ങളുമാണ് ലഭിക്കുന്നത്. പ്രാഥമികമായിട്ട് ഡ്രൈവറിന്റെ ഭാഗത്തു നിന്നുണ്ടായ പിഴവ്, അതിനപ്പുറത്തേക്ക് കുഞ്ഞിനെ തനിച്ച് ഇറക്കി വിട്ടത്, അതായത് കൂടെ ആരും ആയമാരൊന്നും ഇല്ലാതെ കുഞ്ഞിനെ ബസ്സിൽ നിന്ന് ഇറക്കി സ്കൂളിലേക്ക് വിട്ടത്, അത് വലിയ വീഴ്ചയാണ്. അത്തരത്തിൽ വലിയ നടപടികളിലേക്ക് സ്കൂളിനെതിരെ കൂടി കടക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. ആഷിഖ് വീണ്ടും ചേരുന്നുണ്ട്. ആഷിഖ്, പോലീസ് കേസെടുക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടന്നിട്ടുണ്ടോ? എങ്ങനെയാണ് ഇതിന്റെ അന്വേഷണം? ധന്യ, പ്രാഥമികമായ പരിശോധനകളാണ് ഈ ഘട്ടത്തിൽ നടന്നു വരുന്നത്. കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം നടപടികളടക്കം പൂർത്തിയാക്കിയതിനു ശേഷമാണ് മറ്റ് അന്വേഷണ നടപടികളിലേക്ക് കടക്കുക എന്നാണ് പോലീസ് ഈ ഘട്ടത്തിൽ പറയുന്നത്. വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ഇതുമായി ബന്ധപ്പെട്ട് സ്കൂൾ അധികൃതരുടെ വിശദീകരണം പ്രാഥമികമായി തേടും. പിന്നീട് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്ന ജീവനക്കാർ, ഡ്രൈവർ ഉൾപ്പെടെയുള്ളവരുടെ വിശദീകരണവും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് തേടേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ എന്താണ് സംഭവിച്ചത് എന്നുള്ളതുമായി ബന്ധപ്പെട്ട് വിശദമായ വ്യക്തത വരികയുള്ളൂ എന്നാണ് പറയുന്നത്. പ്രാഥമികമായി ഈ വിവരം അറിഞ്ഞ ഉടനെ തന്നെ പോലീസ് സംഭവ സ്ഥലത്തെത്തുകയും ഈ കുട്ടിയെ തുടരാമോ? വാഴത്തോപ്പ് പഞ്ചായത്ത് മെമ്പർ സിജി ചാക്കോ കൂടി ചേരുന്നുണ്ട്. സിജി, ഇവിടെ എന്ത് സംഭവിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്? ദാരുണമായ സങ്കടകരമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. അറിയാവുന്ന കുഞ്ഞാണോ? സ്കൂളുമായിട്ട് ബന്ധപ്പെട്ടിരുന്നോ? ദുഃഖകരമായ സംഭവമാണ്. നമ്മൾ സംഭവ സ്ഥലത്തേക്ക് പോകുന്നേ ഉള്ളൂ. അണിയാറായിരുന്നു. അത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അതിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ പറ്റും.